നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനോജിനെ വിടാനാ പറഞ്ഞത്. മനോജ് എന്ത് തെറ്റ് ചെയ്താലും മനോജ് ഈ കുടുംബത്തിലെ അംഗ. അച്ഛനോടും ഏട്ടനോടും തെറ്റ് ചെയ്തു പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അമ്മ പണം തന്ന് സഹായിച്ചു. പെട്ടെന്ന് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നപ്പോ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് ഇരട്ടിപ്പിക്കണമെന്നായി. വരും വരായികളൊന്നും ചിന്തിച്ചില്ല. എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ആ പണം തീർന്നപ്പോ കൊള്ളപ്പലിശയ്ക്ക് കടമെടുക്കേണ്ടി വന്നു. പലതും ചോദിച്ചു. ഒടുവിൽ ഖാദറിന് ഈടായി കൊടുക്കാൻ അച്ഛന്റെ മുറിയിൽ കയറി ആധാരം എടുത്തത് ഞാനാ. പലിശയ്ക്ക് വാങ്ങിയ പണവും ഒരു ഉപയോഗമില്ലാതെ നഷ്ടപ്പെട്ടു. പലിശയെങ്കിലും കൊടുക്കാതെ ഖാദർ വിടില്ല എന്ന അവസ്ഥ വന്നപ്പോഴാ ഏട്ടന്റെ പണം മോഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. അച്ഛനെയും ഏട്ടനെയും ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടുമില്ല. നിക്കക്കള്ളി ഇല്ലാഞ്ഞിട്ട് ഏതു വിധേനയും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാ. എന്നോട് ക്ഷമിക്കണം ഏട്ടാ. എനിക്ക് മാപ്പ് തരണം. തന്നെ എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിന്റെ സമാധാനം തകർത്തിട്ട് ആച്ചി വീട്ടിൽ ചേക്കേറിയിട്ട് എന്തിനാണോ നീ ഇവിടെ തിരിച്ചു വന്നത്? എന്തുദ്ദേശത്തിനാണ് വന്നത്? എന്ത് മോഷ്ടിക്കാനാണ് വന്നത്? എടാ, ഞാൻ പറയുന്നത് ഒന്നും കേക്കണ്ട. കള്ളന്റെ ഒരു കുംഭസാരം. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന മോഷണശീലം രക്തത്തിൽ കലർന്നവന് മോഷ്ടിക്കാനേ കഴിയും. നിന്റെ നോട്ടം ഇപ്പോഴും എന്റെ പണപ്പെട്ടിയിൽ തന്നെയാ. പച്ചമാംസം കണ്ടുപോയ കഴുകന്റെ ആർത്തിയാ നിന്റെ കണ്ണുകളില്. നീ വീണ്ടും വന്നത് തരം കിട്ടുമ്പോൾ എന്റെ പണം മോഷ്ടിക്കാനല്ലടാ. നടക്കില്ലടാ ചെറ്റേ. ഇറങ്ങടാ പുറത്ത്. ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങാനോ പറഞ്ഞ നിന്നോട്. അവനൊന്നും ചെയ്യല്ലേ. ഇവിടെ കണ്ടുപോകരുത്. മനോജിനെ വിടാനാ പറഞ്ഞത്. മനോജ് എന്ത് തെറ്റ് ചെയ്താലും മനോജ് ഈ കുടുംബത്തിലെ അംഗ. നമ്മുടെയൊക്കെ കൂടെപ്പിറപ്പാ. അവനെ തല്ലി പുറത്താക്കാൻ പറ്റില്ല. ചെയ്തു പോയ തെറ്റിന് മാപ്പ് പറയാനല്ലേ മനോജ് വന്നത്.
അവന് തിരുത്തേണ്ട പ്രകാശേട്ടൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഈ അവസ്ഥയിലും സ്വാർത്ഥതയും പിടിവാശിയും ഇടാത്ത പ്രകാശേട്ടനാ മോശക്കാരൻ. മോനെ, നീ തിരിച്ചു വന്നത് കണ്ടപ്പോ അമ്മയ്ക്ക് നല്ല ആശ്വാസമായതാ. പക്ഷെ ഇപ്പൊ തോന്നുക നീ ഈ നശിച്ച വീട്ടിലേക്ക് വരണ്ടായിരുന്നു. എന്തിനാണ് മോനെ നീ വന്നത്? അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഭാര്യ വീട്ടിൽ നിന്ന് പുച്ഛവും അവഗണനയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാ അവൻ വന്നത്. അവനെ കുറ്റപ്പെടുത്താനും പാതിരാത്രി തല്ലിയിറക്കാനും നോക്കരുത്. അവനും എന്റെ മോനാ, എന്റെ ഇളയമാണ്. ആരൊക്കെ എന്തൊക്കെ ഒത്താശ ചെയ്താലും നീ മാപ്പ് അറിയിക്കുന്നില്ല. എനിക്ക് കൂടി അവകാശപ്പെട്ട പണം പിടിച്ചു വാങ്ങി തൊലച്ചവനല്ലോടാ നീ. അതും പോരാഞ്ഞ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ ഉറുമ്പരിമണി കൂട്ടിവെക്കുന്ന പോലെ ഞാൻ കൂട്ടിവെച്ച പണമുണ്ടല്ലോ, അതും കക്കാൻ നോക്കിയാലല്ലടാ നീ. ആര് ക്ഷമിച്ചാലും ഈ പ്രകാശം ക്ഷമിക്കില്ലടാ. നിന്നെ ഞാൻ തൊലച്ചിരിക്കും. നടക്കടി. മോനെ, ഞാൻ പോവാ വന്ദനേച്ചി. തിരിച്ച് ഹരിതര വീട്ടിലേക്കില്ല. ആരുമില്ലാത്തവർക്ക് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടല്ലോ. മതി. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ തേടിപ്പോവാൻ നീ അനാഥനൊന്നുമല്ല. ഇവിടെ എല്ലാവർക്കും വേണം നിന്നെ. എന്റെ അനിയനാ നീ. മോനെ, നീ രാത്രിയിലും മടങ്ങിപ്പോയാ. അമ്മേ വേണ്ട. അതെ, ഇനി ബാക്കി സംസാരമൊക്കെ നാളെ നേരം വെളുത്തിട്ട് മതി. കേറിപ്പോയി മുറിയില്. എടാ, നീ ചെല്ല്. ചെല്ല്. എന്റെ ദൈവമേ, അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.